പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡോർ പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് ആദ്യം പറയാം. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഞാൻ NPK 19-19-19 ഇതാണ് കൊടുക്കാറ്. ഒരുപാട് ഫെർട്ടിലൈസറുകൾ കൊടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വരില്ല. നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളത് നടുന്ന പോട്ടിംഗ് മിക്സാണ് ശ്രദ്ധിക്കേണ്ടത്. ചട്ടിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വെള്ളം ഊർന്നു പോകുന്ന തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗാർഡൻ സോയിലും പിന്നെ മണലുണ്ടല്ലോ, മണലും കമ്പോസ്റ്റും കൂടി ചേർന്ന മിക്സായിരിക്കും ഏറ്റവും നല്ലത്. ചട്ടിയിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള ഹോളുകൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ചെടികളൊക്കെ നട്ടുപിടിക്കും. നമ്മുടെ ചെടികൾക്കൊക്കെ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു വളമാണ്, ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനും സഹായിക്കും. NPK ഫെർട്ടിലൈസറുകൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ NPK ഫെർട്ടിലൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ സാധാരണയായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് ഫംഗസ് ബാധിക്കാനും ചെടി പെട്ടെന്ന് നശിച്ചു പോകാനും ഒക്കെ വളരെ അധികം ചാൻസ് കൂടുതലുള്ള ചെടികളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചെടികൾക്ക് നമ്മൾ മാക്സിമം പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലുള്ള ഇത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇത് പച്ച കളർ ഇലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡോട്ടുകൾ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഈ അഗ്ലോണിമയുടെ ഒരു ചെറിയ തണ്ടാണ് നട്ടത് കേട്ടോ. ഇപ്പോൾ അത് ഇത്രയായി. അപ്പോൾ അഗ്ലോണിമയ്ക്ക് ഞാൻ NPK ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഇലകളിലും ഒക്കെ നമ്മൾ തെളിച്ചു കൊടുക്കുക, തണ്ടിലൊക്കെ. അപ്പോൾ ഇത് നല്ല ഗ്രോത്തിൽ ഇങ്ങനെ വളർന്ന് കിട്ടും. പീസ് ലില്ലി കണ്ടോ, ഇതുപോലെയുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലി. ഈ പ്ലാന്റിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബനാന പീൽ വാട്ടറൊക്കെ കൊടുക്കാം. കാരണം ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടില്ല. അഗ്ലോണിമയുടെ ആണെങ്കിൽ നമ്മൾ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കളയും. കാരണം ആ അഗ്ലോണിമ എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇലകളിലാണ്. അതിൻ്റെ ഇലകളാണ് ഭംഗി. പക്ഷേ നമ്മുടെ പീസ് ലില്ലിയുടെ ഇലകൾ കാണാൻ ഭംഗിയാണ്, ഒപ്പം തന്നെ ഇതിൻ്റെ ഫ്ലവറുകളും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്ക് ബനാന പീൽ വാട്ടറും അതുപോലെ മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. ചെടിക്ക് ശരിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ NPK എന്ന് പറഞ്ഞാൽ 3 പോഷകങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളർന്ന് വലുതാവുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സിന് മെയിനായിട്ടും ഇതുപോലുള്ള NPK ഫെർട്ടിലൈസറുകളാണ് കൊടുക്കാറ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് അധികം കീടങ്ങളോ അങ്ങനത്തെ ആക്രമണമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ ചെടി നല്ല രീതിയിൽ നമുക്ക് വളർന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് കാശ് ചിലവൊന്നും ഇല്ലാത്ത ഒരു ഫെർട്ടിലൈസറാണ് വേണ്ടതെങ്കിൽ മുട്ടത്തോട് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ മുട്ടയുടെ തോട് നമുക്ക് കിട്ടുന്നത് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക. അതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ചെടികൾ വളർന്ന് വലുതായിട്ട് വരും. അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ്. പൂക്കൾ കാണാൻ വേണ്ടി വളർത്തുന്ന ഇൻഡോർ പ്ലാന്റുകളുണ്ട്, ഇനി ഇലയുടെ ഭംഗി കാണാൻ വളർത്തുന്ന ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വ്യത്യാസമാണ് എല്ലാവരും. അപ്പോൾ ആ വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ അതിനുള്ള ഫെർട്ടിലൈസറുകൾ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ പോട്ടി മിക്സ്, ഇത് കറക്റ്റാക്കിയിട്ടേ ഞാൻ നടാറുള്ളൂ. എന്തൊരു വളം കൊടുത്താലും ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് അതിന് വേണം. ഇതുപോലെ നല്ല ഭംഗിയുള്ള ലീഫിൽ നിറച്ച് ബുഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ NPK ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ചെടിയുടെ ഇലയിലും കടക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതൊരു നല്ല ഫെർട്ടിലൈസറാണ്. നിങ്ങൾക്ക് നല്ല ഇലയോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണ്, നിറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനുള്ള നിറച്ച് ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ NPK 19-19-19 എന്നുള്ള ഇത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചെടികളൊക്കെ നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും മാറും. കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പോസ്റ്റൊക്കെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റിന്. അത് കുറച്ച് 1 ടീസ്പൂൺ ഒരു ചട്ടിക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ നല്ല ഗ്രോത്ത് കിട്ടും.
എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ കൊടുക്കാറുള്ള ഫെർട്ടിലൈസറുകൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഡോർ പ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറുകളെ കുറിച്ചായിരുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.